എസ്കെൻ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 15 മിനിറ്റിലേറെയായ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത്. കെ.സി. വേണുഗോപാലിനെ അകത്തിറക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ഏതാണെങ്കിലും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ എത്തി കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ കെ.സിയുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോടുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുകയും വസതിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം ആ വാഹനം തിരികെ പുറത്തേക്ക് വിടുകയും ചെയ്തു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ചില സൂചനകൾ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലുമായി സംസാരിച്ചേക്കും, ഒപ്പം തന്നെ ഖർഗെ കെ.സിയെ വിളിച്ചേക്കുന്നുള്ള ചില സൂചനകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല എന്ന് പിന്നീട് കെ.സി. വേണുഗോപാലിന്റെ ഓഫീസിൽ നിന്നൊക്കെ വിവരവും ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ തിരികെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കയറിയപ്പോഴോ ഒന്നും തന്നെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മൂന്ന് നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലും വലിയ പ്രതീക്ഷയിലും തന്നെയാണുള്ളത്. വി.ഡി. പക്ഷത്തിന് അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അവരുടേതായിട്ടുള്ള പോസിറ്റീവ് പോയിന്റുകളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമാകുമെന്നാണ് വി.ഡി. ക്യാമ്പുകൾ കരുതുന്നത്. പക്ഷേ കെ.സി. പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എം.എൽ.എമാരുടെ ഒരു പിന്തുണ അത് ചെറുതല്ല. കോൺഗ്രസിന് ഈ പിന്തുണകളൊക്കെ വലിയ രീതിയിൽ അതിനെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തീരുമാനമെടുത്ത ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ഒരു പിന്തുണ അല്ലെങ്കിൽ ഈ എം.എൽ.എമാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വഴി അത് എളുപ്പമാകുമെന്ന് തന്നെയാണ് കെ.സി. പക്ഷവും കരുതുന്നത്. സീനിയോറിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ അവിടെ ആർ.സിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വിധി അനുകൂലമാകുമെന്ന് അദ്ദേഹവും കരുതുന്നുണ്ട്. ഇങ്ങനെ ആർ.സി, ബി.ഡി, കെ.സി ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസമാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇപ്പോഴും കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടക്കുകയാണ്. കെ.സിയെ രാഹുൽ ഗാന്ധി വിളിച്ചതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.